ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും അത് പഠിച്ചു എന്നും വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂ സിലബസിലെ 2ാമത്തെ ചാപ്റ്ററും പണ്ടത്തതിലുള്ള 3ാമത്തെ ചാപ്റ്ററുമാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത് എന്താണ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മോഷൻ എന്നാണ്. കാരണം നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്താണ് ഞാൻ പറഞ്ഞു, +1 ആൻഡ് +2 ഫിസിക്സിലുള്ള ഓവറോൾ ഒരു ബേസ് ചാപ്റ്ററാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഈ +1 ഫിസിക്സിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചാപ്റ്ററാണെന്ത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ബേസ് എന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ തൊട്ടായിരിക്കും അധിക കുട്ടികൾക്കും ഫിസിക്സ് എന്താണ് ബുദ്ധിമുട്ടായി തുടങ്ങുന്നത്. കാരണം യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ അധികം ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ആകെ എങ്ങനെയാണ് ഡയമെൻഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈന് അല്ലെങ്കിൽ ഇത് തൊട്ടുള്ള ഇനി ചാപ്റ്ററിലേക്ക് നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിക്കും, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സും പഠിക്കും. അപ്പോൾ അവിടെ തൊട്ടാണ് കുട്ടികൾക്ക് ഭയങ്കര ടഫായിട്ട് ഫിസിക്സ് തോന്നുന്നത്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പറയുന്ന പോലെ പഠിച്ചാൽ മതി. പിന്നെ ദിവസവും വർക്കൗട്ട് ചെയ്താൽ ഫിസിക്സ് നമുക്ക് കയ്യിലൊതുക്കാൻ പറ്റും. ഏതൊരു സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മളെ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കും അല്ലേ, ഇഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്നും പറയുന്നുണ്ട്. എന്താണ് റെക്റ്റിലീനിയർ മോഷൻ? ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ തന്നെയാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പം മലയാളം മീഡിയം കുട്ടികൾക്ക് ഈ വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവരിപ്പം കടന്നിട്ടല്ലേ ഉള്ളൂ. പക്ഷേ പേടിക്കേണ്ട എന്ന് വെച്ചിട്ട് മലയാളം മീഡിയം കുട്ടിക്ക് +1 ടഫാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മൾ അതുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് തന്നെ മനസ്സിലാവാൻ തുടങ്ങും. അപ്പം നമ്മൾ ആദ്യം അപ്പടി ബൈഹാർട്ടാക്കാൻ ഒരു കാലത്തും ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. നമ്മൾ ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കുക നമ്മൾ ആദ്യം, എന്നിട്ട് നമുക്ക് അതിന് ശേഷം സമയം കിട്ടുന്ന പോലെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ക്ലാസ്. എന്താണ് ഇപ്പം ഫ്രെയിം ഓഫ് റെഫറൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എന്താണ് വെലോസിറ്റി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. അപ്പം ഈ ചാപ്റ്ററിൽ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ആകെ കുഞ്ഞ് ടെക്സ്റ്റാണ്, കാരണം കുറേ ഭാഗങ്ങൾ ഡിലീറ്റഡ് ആണ്. അപ്പം ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലും കുറേ ഭാഗം ഡിലീറ്റഡ് ഉണ്ട്. പക്ഷേങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത ഭാഗമാണെന്ത് ഈ ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിലീറ്റ് ചെയ്ത ടോപ്പിക്ക് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. കാരണം ആ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഒന്നും മനസ്സിലാവില്ല. അപ്പം 9ലും 10ലും പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് അതിലൂടെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക. അപ്പം മോഷൻ്റെ വേൾഡിലേക്ക് എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. അപ്പം തുടങ്ങാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പറഞ്ഞു റെക്റ്റിലീനിയർ മോഷൻ എന്നും ഇതിനറിയപ്പെടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ഈ ചാപ്റ്ററിനെ ഒരു 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ഈ ചാപ്റ്ററിനെ ഞാൻ 3 പാർട്ടാക്കിയിട്ടാണ് എടുക്കാൻ വിചാരിക്കുന്നത്. 1ാമത്തെ പാർട്ടിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, യൂണിഫോം സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പോൾ 1ാമത്തെ ടോപ്പിക്കിലായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, ആവറേജ് ആക്സിലറേഷൻ, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. ഇത്തരത്തിലുള്ള നമുക്ക് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രാഫുകളെക്കുറിച്ചാണ്. ഗ്രാഫ് വരയ്ക്കുന്നത്, യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്നത്. തേർഡ് പാർട്ടിലേക്ക് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനനുസരിച്ചാണ് നമ്മൾ പഠിക്കാനും പോകുന്നത്. ഓക്കെ, അപ്പം
ഞാൻ പറഞ്ഞു മോഷനാണെന്ന് അല്ലേ. അപ്പം മോഷനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്സ് ആണ് ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. മെക്കാനിക്സിലെ പാർട്ടാണിത്. അപ്പം +1 ഫിസിക്സിലെ ആദ്യത്തെ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണിത് ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം നോക്കാം, നമ്മൾ തുടക്കുമ്പോൾ ബേസ് മുതലാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പം എന്താണ് മെക്കാനിക്സ്? നോക്കൂ, എന്താണ് മെക്കാനിക്സ്? യെസ്, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ത് മെക്കാനിക്സ്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് നോക്കിക്കേ. ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെക്കുറിച്ചും റെസ്റ്റിനെക്കുറിച്ചും അല്ലേ, അതിന് കാരണമാവുന്ന ഫോഴ്സുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ശാഖയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മെക്കാനിക്സ്? ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മോഷനെക്കുറിച്ചും റെസ്റ്റിനെക്കുറിച്ചും പിന്നെ അതിന് കാരണമാവുന്ന ഫോഴ്സുകളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഈ മെക്കാനിക്സിനെ നമുക്ക് 3ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. എന്താണ് സ്റ്റാറ്റിക്സ്? ആ പേര് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, സ്റ്റാറ്റിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ളത്. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന മെക്കാനിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന പാർട്ടുകളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കുറിച്ച്. ഡൈനാമിക്സ് എന്താണ്? യെസ്, മോഷനുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. മോഷന് കാരണമാകുന്ന ഫോഴ്സുകളെ കുറിച്ച് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സിമ്പിൾ ഓസിലേഷൻ അല്ലേ, ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഇതിനെ തിരിച്ച് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? റീസ്റ്റോറിങ് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ. റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. F = -kx എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം റീസ്റ്റോറിങ് ഫോഴ്സ് ആണെന്ത് ആ സിമ്പിൾ പെൻഡുലത്തിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വലിക്കുന്നത്. അപ്പം ഇവിടെ കാരണമാകുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ദ കോഴ്സ് ഓഫ് മോഷൻ. ഇവിടെ മോഷനുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, പക്ഷേ ആ മോഷന് കാരണമായ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നില്ല, അല്ലെ ആ മോഷൻ എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കുന്നില്ല കൈനമാറ്റിക്സിൽ. പക്ഷേ ഡൈനാമിക്സിൽ എന്താണ്, ആ മോഷൻ എങ്ങനെയാണ് ഉണ്ടായത്, ഓക്കെ, ആ മോഷന് കാരണമായ ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡൈനാമിക്സും കൈനമാറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായാലോ. കൈനമാറ്റിക്സ് എന്ന് വെച്ചാലും ഡൈനാമിക്സ് എന്ന് വെച്ചാലും മോഷനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ കൈനമാറ്റിക്സിൽ എന്താണ്, ജസ്റ്റ് ആ മോഷനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ആ മോഷൻ ഉണ്ടായത് അല്ലേ, ആ മോഷന് കാരണമായ കാരണക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ ഡൈനാമിക്സിലേക്ക് വരുന്ന സമയത്ത് ആ കാരണക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കൈനമാറ്റിക്സിൽ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ് ഇവയെക്കുറിച്ചൊക്കെയാണ് കൈനമാറ്റിക്സ് പഠിക്കുന്നത്. അപ്പം കൈനമാറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. കൈനമാറ്റിക്സ് ആണ്. മനസ്സിലായോ? അപ്പം മെക്കാനിക്സ് എന്താ മനസ്സിലായി. മെക്കാനിക്സിന് 3 ശാഖകളുണ്ടെന്ന് മനസ്സിലായി. സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മോഷൻ. എന്താണ് മോഷൻ അല്ലേ? ചലനം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചലനം എന്താണ്? യെസ്, ഞാനിപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു വിചാരിച്ചു, അതൊരു മോഷൻ അല്ലേ? അതൊരു ചലനമാണ് അല്ലേ? ഇപ്പം വേറൊരു ഓക്കെ, ഇത് വേണ്ട, ഒരു കാറാണേ. ഞാൻ എന്താണ് ഈ കാറിനെ ഇവിടെ നിന്നിട്ട് ഞാൻ നോക്കുകയാണ്. ഇത് ഞാനാണ്. ഈ കാറിനെ ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ നോക്കുന്നത് എൻ്റെ വാച്ചിലേക്ക് നോക്കി, ഇതിനെ നോക്കി. ഒന്നാമത്തെ ഒരു സെക്കൻഡിൽ ഈ കാർ എന്താണ് ഇവിടെ എത്തി. രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പം ഈ കാർ എന്തായി ഇവിടെ എത്തി. മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പം ഈ കാർ എന്തായി ഇവിടെ എത്തി. അപ്പം കാറ് നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ കാറ് മോഷനിലാണെന്ന് പറയാം അല്ലേ? കാരണം എന്താണ് ഇവിടെ എന്താണ് സമയത്തിനനുസരിച്ച് ഈ കാറിൻ്റെ പൊസിഷനിൽ എന്തായി മാറ്റം വന്നു. അതിനല്ലേ നമ്മൾ മോഷൻ എന്ന് പറയുക. ഇപ്പം ഞാനിപ്പോൾ എഴുന്നേറ്റു നടന്നു വെച്ചാലും എന്താണ് എൻ്റെ മോഷനിൽ ചേഞ്ച് വന്നു അല്ലേ? എൻ്റെ പൊസിഷൻ മാറി. ഞാൻ ഇവിടെ ഇരുന്ന സ്ഥലത്ത് നിന്നും ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലേ? അപ്പം എന്താണ് അവിടെ എൻ്റെ പൊസിഷൻ മാറി. അതാണ് ആക്ച്വലി മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കൈ ഞാൻ ഉയർത്തുന്നു
ഇതെന്താണ്? മോഷനാണ്. കാരണം ഇവിടെ ആയിരുന്നു എൻ്റെ കൈയുള്ളത്, പക്ഷെ ഇത് ഞാൻ ഉയർത്തുമ്പോൾ എന്താണ്? എൻ്റെ കൈ ഇവിടേക്ക് വന്നു അല്ലേ? പൊസിഷൻ മാറി, ടൈമിനനുസരിച്ച് പൊസിഷൻ മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. An object is said to be in motion if it changes its position with respect to time. ടൈമിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനാണ് നമ്മൾ ചലനം അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. മോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഞാൻ അതിനെ ചളമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ മോഷൻ എന്താണ്, റെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയേ, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയുന്നുണ്ട്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. എന്താണ്? റെസ്റ്റും മോഷനും കുടുംബക്കാരാണെന്നാണോ? അല്ലല്ലേ. എന്താണ്? റെസ്റ്റും മോഷനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഏതൊരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് ഏതൊരു മോഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, നോക്കാം. പക്ഷേ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ബസ് ബസ്സിൽ എന്താണ്? ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ ബസ് എന്താണ്? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഒരാളെ നിരീക്ഷിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്താണ്? ബസ്സിലുള്ള ഒരാളെ നിരീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ നിരീക്ഷിക്കുന്ന സമയത്ത് അയാളുടെ പൊസിഷൻ എന്താണ്? മാറുന്നുണ്ട് അല്ലേ? കാരണം ഞാൻ T1 ടൈമിൽ ഇവിടെയാണ് ബസ് കണ്ടതെങ്കിൽ T2 ടൈം ആകുമ്പോഴത്തേക്ക് ബസ് എവിടെ എത്തിയിട്ടുണ്ട്? ഇവിടെ എത്തിയിട്ടുണ്ട് ബസ്. T3 സമയമാകുമ്പോഴത്തേക്ക് എന്താണ്? ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓരോ സെക്കൻഡ് കഴിയുന്നതിനനുസരിച്ചും ബസ് മൂവ് ചെയ്യുകയാണ്. അപ്പം ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുടെ എന്താണ്? പൊസിഷനും ചേഞ്ച് ഉണ്ടാവും. അപ്പം ഞാൻ എന്താക്കും? പുറത്ത് നിന്ന് ഒരാൾ ബസ്സിലുള്ള ആളെ നോക്കുകയാണെങ്കിൽ അയാൾ മോഷനിലാണെന്ന് പറയാം. പക്ഷേ ബസ്സിലുള്ള വേറൊരാളാണ് ഇയാളെ നോക്കുന്നതെങ്കിലോ? ബസ്സിലുള്ള വേറൊരാൾ ഇയാളെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അയാൾ റെസ്റ്റിലാണെന്നാണ് അയാൾ പറയുക. കാരണം എന്താണ്? ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇയാളുടെ സ്ഥാനം മാറുന്നില്ല. ഈ ബസ്സിലിരിക്കുന്ന രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ബസ്സിൽ ഫസ്റ്റത്തെ സീറ്റിലിരിക്കുന്ന ഇയാളുടെ പൊസിഷൻ മാറുന്നില്ല. അപ്പോൾ ഇയാളെന്ത് പറയും? ഈ ഒബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണ്? റെസ്റ്റിലാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വസ്തു എന്താണ്? മോഷനിലും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തു എന്താണ്? റെസ്റ്റിലുമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നോക്കിയോ, ഒരു വസ്തുവിന് തന്നെ മോഷനുണ്ട്, റെസ്റ്റും ഉണ്ട്. ഒറ്റ വസ്തുവാണതല്ലേ? ഈ ഒരു വസ്തുവിന് തന്നെ റെസ്റ്റും ഉണ്ട്, മോഷനും ഉണ്ട്. അപ്പം നമ്മളെന്താണ്? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന് തന്നെ റെസ്റ്റും ഉണ്ട്, മോഷനും ഉണ്ട്. എങ്ങനെയാണ്? വിത്ത് മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അല്ലേ, ഞാൻ നോക്കുന്ന സമയത്ത് ഇയാളെന്താണ്? മോഷനിലാണ്. പക്ഷേ വേറൊരു വ്യക്തി, ബസ്സിൻ്റെ ഉള്ളിലുള്ള വേറൊരു വ്യക്തി നോക്കുന്ന സമയത്ത് ഇയാളെന്താണ്? റെസ്റ്റിലാണ്. അപ്പം അതുകൊണ്ടാണ് എന്ത്? റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് തന്നെ രണ്ടും കാണിക്കും, റെസ്റ്റും കാണിക്കും, മോഷനും കാണിക്കും, വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്, വേറൊരു ഒബ്ജക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, ഇത്തരത്തിൽ റെസ്റ്റ് ആൻഡ് മോഷൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എന്താണ്? വഴി പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞു എന്താണ്? കോഴിക്കോട് നിന്നും 5 മീറ്റർ അകലെയാണ് എൻ്റെ വീടിൽ നിന്ന്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇല്ല. ആ 5 മീറ്റർ അകലത്തിലേക്ക് കുറേ വീടുകളുണ്ടാവും. അതിൽ എൻ്റെ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറയാണ് എന്താണ്? കോഴിക്കോട് നിന്നും എന്താണ്? ഈ ഒരു KSRTC ബസ്സിൽ കയറി 2 മീറ്റർ കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി കഴിഞ്ഞ് 3 മീറ്റർ കഴിഞ്ഞാൽ കാണുന്ന സ്റ്റോപ്പിൻ്റെ അടുത്താണ് എൻ്റെ വീടിൽ നിന്ന്. പിന്നെയും കുറച്ചുകൂടി സ്പെസിഫിക് ആയി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എൻ്റെ വീട് കണ്ടെത്താം. ഇത്തരത്തിൽ നമ്മൾ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? അതായത് ഇത്തരത്തിൽ നമ്മളൊരു മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ആളാണ് ആര്? നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് ഒറിജിനായിട്ട് കറക്റ്റ് വരണേ. ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനാണ്. അപ്പം ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. ഇത് -x ആണ്, ഇത് -z. അപ്പം എന്താണ്, ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് എന്താണ് 3 ഡയമെൻഷനിൽ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്ത് ഇങ്ങനെ വരച്ചത്. മൂന്നും 90 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അപ്പം എന്താണ്, എനിക്ക് ഈ പൊസിഷൻ്റെ എന്താണ് സ്ഥാനം കാണണം. ഞാൻ പറയുന്നു എന്നിൽ നിന്നും ഇത് 2 മീറ്റർ, മുമ്പിലിരിക്കുന്ന ക്യാമറയിൽ നിന്നും ഒരു 4 മീറ്റർ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിലേത് പോയിൻറ്റ്സ് ആയിരുന്നു നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കോർഡിനേറ്റിൻ്റെയും കൂടി ആവശ്യം വരും. അതാണ് നമ്മുടെ ഈ സെഡ് കോർഡിനേറ്റ്. അതായത് നമുക്ക് സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പറയണമെങ്കിൽ നമുക്ക് 3 സിസ്റ്റം ആവശ്യമാണ്. അതായത് കോർഡിനേറ്റ് സിസ്റ്റം. ഇതെന്താണ്, ഇത് സ്റ്റേഷനറി നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഇത് മോഷനിലാണെങ്കിലോ, മോഷനിലാകുമ്പം അതിൻ്റെ കൂടെ ടൈമും കൂടി നമ്മൾ പറയും അല്ലേ. അപ്പം ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മൾ ടൈമും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോക്ക് ഒരു ടൈമും കൂടി പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു ക്ലോക്കും കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പം ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ ഉണ്ടല്ലോ, ഇതാണ് ഒറിജിൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? എന്താണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു ക്ലോക്കും കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനാണെന്ത്? റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒക്കെ പോട്ടെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മരമുണ്ട്, ഒരു മരം, ഒരു ട്രെയിന് മൂവ് ചെയ്യാണ്, ഒരു ട്രെയിന് പോവുകയാണ്. ഇത് ട്രെയിനാണ്, ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ. അപ്പം ഇതിൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എന്താണ്, ഞാനുണ്ട്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാനുണ്ട്. കമ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാനിരിക്കുന്നുണ്ട്, അടുത്ത് തന്നെ വേറൊരു ഫ്രണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത് മോഷനിലാണല്ലേ. അപ്പം ഇതിങ്ങനെ മൂവ് ചെയ്യും, മൂവ് ചെയ്ത് ഇവിടെ എത്തി. അപ്പം ഇവിടെയാണ് ഞാനുള്ളത്. എൻ്റെ ഫ്രണ്ട് എന്താണ്, ഇവിടെയാണ് ഞാനുള്ളത്. എൻ്റെ ഫ്രണ്ട് എന്താണ്, ഇവിടെ ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് d ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് അല്ലേ. അപ്പം എൻ്റെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ്, റെസ്റ്റിലാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള പൊസിഷന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. എന്താണ്, റെസ്റ്റിലാണ്. അപ്പം പക്ഷേങ്കിൽ ഈ മരത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ എന്താണ്, മോഷനിലാണ്. കാരണം എന്താണ്, ഒന്നാമത്തെ സമയത്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ സമയം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത് മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ്, മോഷനിലാണെന്ന് പറയാം. അപ്പം അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ത്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ബോഡി മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ്. മരത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ ഇത് മാറിയില്ലേ, എന്താണ്, ഇവിടെ ഡിസ്റ്റൻസ് മാറി. അപ്പം ഈ മരത്തിനെ സംബന്ധിച്ചിടത്ത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ മോഷനിലാണെന്ന് പറഞ്ഞു.
എൻ്റെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെസ്റ്റിലാണ്. അപ്പം ഒരു ബോഡി അത് എന്താണ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത് വേറൊരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വേറൊരു പോയിന്റിനെ റെഫർ ചെയ്തിട്ടാണ്. അപ്പം ഈ ഒരു ബോഡിയുടെ സ്ഥാനം അല്ലെങ്കിൽ അത് പൊസിഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയുന്നത് വേറൊരു ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൻ്റെ സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോഷനിലാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ആരാണ്? മരമാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പം ഇയാളാണെന്ത്? ഇവിടുത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ്. മനസ്സിലായോ? അപ്പം ഫ്രെയിം ഓഫ് റെഫറൻസ് ഒന്നുമില്ല, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അത്രയും മനസ്സിലാക്കി വെക്കുക. അതായത് അതിൻ്റെ ഒറിജിൻ ആയിരിക്കും എന്ത്? റെഫറൻസ് പോയിന്റ് എന്ന് മനസ്സിലാക്കാം. ഇനി കോർഡിനേറ്റ് സിസ്റ്റത്തിനെ വെച്ചിട്ട് നമുക്ക് എന്താണ് മോഷനിലാണോ റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാ? ഇഫ് വൺ ഓർ മോർ കോർഡിനേറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഷനിലാണെന്ന് പറയാൻ പറ്റും. ഇനി എന്താണ്? ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ വസ്തു എന്താണ്? റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. റെസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതും ഇതിൽ ഡിലീറ്റഡ് ആണ്, പക്ഷേങ്കിൽ ഇത് പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ ഡിഗ്രി ഫിസിക്സ് എടുത്ത് പോകുമ്പം ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇപ്പോഴേ ബേസ് കിട്ടിപ്പോയാലാണ് അവിടെ എത്തുമ്പോൾ ചെറിയൊരു ഓർമ്മയെങ്കിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റിനെ ഒബ്സേർവ് ചെയ്യാണ്. എവിടെ നിന്നിട്ടാണോ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത്, ഓക്കെ, അതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. അതിനു ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അതാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഒരു ക്ലോക്കും ഉണ്ടെങ്കിൽ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൻ്റെ ഒറിജിൻ ആണെന്ത്? റെഫറൻസ് പോയിന്റ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർ ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക് ആണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൻ്റെ ഒറിജിൻ ആണെന്ത്? റെഫറൻസ് പോയിന്റ്. മനസ്സിലായി? ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് എന്താണ്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. എ ബുക്ക് ലൈയിങ് ഓൺ എ ടേബിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്തിന് എക്സാമ്പിളാണ്? ഒരു ടേബിളിൻ്റെ മുകളിൽ ബുക്ക് ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. എത്ര ടൈം കഴിഞ്ഞാലും നമ്മളത് എടുക്കുന്നവരെ അത് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ബോഡി എന്തിലാണെന്ന് പറയാൻ പറ്റും? നമുക്ക് റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും അല്ലേ? ബോഡി എന്തിലാണ്? ബുക്ക് എന്തിലാണ്? റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ മോഷൻ? ഇതിലേതാണ് മോഷന്? ഹൗസ്. ഞാൻ മുറ്റത്തിറങ്ങിയിട്ട് എൻ്റെ ഹൗസിനെ നിരീക്ഷിക്കുകയാണ്. രാവിലെ ആയിട്ടും വൈകിട്ടായിട്ടും ഉച്ചയായിട്ടും അതിൻ്റെ സ്ഥാനം മാറുമോ? ഇല്ല. കാരണം എന്താണ്? അത് റെസ്റ്റിലാണ്. അപ്പം ഹൗസ് അല്ല. ഫ്രീലി ഫോളിങ് മാംഗോ. ഫ്രീലി ഫോളിങ് മാംഗോ, അത് ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ കൊമ്പൊടിഞ്ഞിട്ട് ഒരു മാങ്ങ താഴോട്ട് വീഴാണ്. അപ്പം എന്താണ്? ഓരോ സെക്കൻഡിലും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്? ഇത് മോഷനിലാണെന്ന് പറയാൻ പറ്റും. എ ബുക്ക് ലൈയിങ് ഓൺ എ ടേബിൾ, നമ്മൾ പറഞ്ഞു റെസ്റ്റിലാണെന്ന്. എ ഡെഡ് ബേഡ്, പറക്കുന്ന ബേഡാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യായിരുന്നു. പക്ഷേ ഡെഡ് ബേഡ് എന്താണ്? ചത്തട കിടക്കുകയാണ്. സോ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് മോഷൻ ക്യാൻ ദ ബോഡി ഈസ് കൺസിഡേർഡ് അപ്രോക്സിമേറ്റ്ലി പോയിന്റ് ഒബ്ജക്റ്റ്? പോയിന്റ് ഒബ്ജക്റ്റ് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ നിങ്ങൾ? പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വരയ്ക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു സിമ്പിൾ, ഏകദേശം ഇങ്ങനൊരു സിമ്പിൾ കാണിക്കും അല്ലേ? ഇതെന്താണ്? ഇത് റെഫർ ചെയ്യുന്ന പോയിന്റ് ഒബ്ജക്റ്റിനാണ്. അതായത് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ സഞ്ചരിച്ച ദൂരം എന്നെക്കാട്ടും എത്രയോ വലുതാണെങ്കിൽ ഞാൻ എന്തായിരിക്കും? പോയിന്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഞാനിപ്പം ഒരു 500 കിലോമീറ്റർ ഞാൻ എൻ്റെ കാറിൽ ട്രാവൽ ചെയ്തു വിചാരിച്ചോ. 500 കിലോമീറ്ററാണ്. ആ 500 കിലോമീറ്റർ വെച്ച് നോക്കുമ്പം എൻ്റെ കാറിൻ്റെ സൈസ് എത്രയോ ചെറുതല്ലേ? അപ്പം ആ കാർ എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. അതായത് ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒബ്ജക്റ്റ് പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആനയുടെ ശരീരത്തിൽ ഒരു രോമം എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം എന്താണ്? അത്രയും വലിയ ആനയുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു രോമം.
അപ്പം അതിൻ്റെ സൈസ് ആനയുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രയോ ചെറുതാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ രോമം ഒരു പോയിൻ്റ് ഒബ്ജക്റ്റാണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് വലുതാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പോയിൻ്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കിയേ, എ റെയിൽവേ കാരേജ് മൂവിങ് വിത്തൗട്ട് ജെർക്ക് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. അതായത് റെയിൽവേ കാരേജ് ഒരു എന്താണ്, തീവണ്ടി പോവുകയാണ്, ട്രെയിൻ മൂവ് ചെയ്യുകയാണ്. അപ്പം അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ അളവ് എന്താണ്, സൈസ് എന്താണ്, വളരെ കുഞ്ഞാണ്. അപ്പം ഇതെന്താണ്, ഇത് ഒരു പോയിൻ്റ് ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളാണെന്ന് പറയാൻ പറ്റും. ഈ മോഷൻ പോയിൻ്റ് ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളാണെന്ന് പറയാൻ പറ്റും. എ മങ്കി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ മാൻ സൈക്ലിംഗ് സ്മൂത്ത്ലി ഓൺ എ സർക്കുലാർ ട്രാക്ക്. ഒരു മങ്കി എന്താണ്, മാനിൻ്റെ ടോപ്പിലിരിക്കുകയാണ്. അപ്പം എന്നിട്ടത് അയാളെന്താണ്, സർക്കുലാർ ട്രാക്കിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ മങ്കി എത്രയോ ചെറുതല്ലേ. അപ്പോൾ ആ മങ്കീനെ നമുക്ക് എന്താക്കാം, പോയിൻ്റ് ഒബ്ജക്റ്റ് ആക്കി എടുക്കാം. എ സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ ദാറ്റ് ടേൺസ് ഷാർപ്ലി ഓൺ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. അതായത് ഒരു ക്രിക്കറ്റ് ബോളും ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തിട്ട് അത് ഉയർന്നു. നമുക്കറിയാം ഒരു മാക്സിമം പോയാൽ ഇത്ര ഹൈറ്റ് വരെ ഉയരുള്ളൂ. അപ്പം ആ ബോളുമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഹൈറ്റ് എന്താണ്, വളരെ വലുതാണോ? അല്ല. അപ്പം നമുക്കെന്താണ്, ആ ബോൾ നമുക്ക് എന്താണ്, പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം എൻ്റെ ഒരു ഇതിപ്പം ഞാൻ മൂവ് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ നിന്നാണ് മൂവ് ചെയ്തത്. എൻ്റെ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. എൻ്റെ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഡിസ്റ്റൻസ്, ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കാർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒബ്ജക്റ്റാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. നമ്മളെന്തായിരിക്കും അതിൽ കുഞ്ഞായിട്ടായിരിക്കും എന്തായാലും കാണിച്ചിരിക്കുന്നത് അല്ലേ. കാരണം എന്താണ്, നമ്മൾ കവർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് അല്ലേ, ആ ഒരു പാത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, അതിൽ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ പക്ഷേ എങ്കിൽ എന്താണ്, ക്രിക്കറ്റ് ബോളിന് ഞാൻ എന്താണ് ഹിറ്റ് ചെയ്തു, എന്നിട്ട് അത് ഇവിടെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തിട്ട് അത് ഉയർന്നു. അപ്പം ഈ ഒരു ഹൈറ്റ് വെച്ച് ഈ ഒരു ഹൈറ്റും ഈ ഒരു ബോളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് വലിയ ഹൈറ്റൊന്നും അല്ല ഇത് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് പൊങ്ങിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്പിന്നിങ് ബോളിന് എന്താണ്, പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി എ ടംബ്ലിംഗ് ബ്രേക്കർ ദാറ്റ് ഹാസ് എ സ്ലിപ്ഡ് ഓഫ് ദി എഡ്ജ് ഓഫ് ദ ടേബിൾ. എന്താണ്, ഒരു ബീക്കർ ടേബിളിൽ വീണു. അപ്പം ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ബീക്കറിൻ്റെ സൈസ് എന്താണ്, വളരെ ചെറുതാണോ? അല്ല. അപ്പം ഇതും നമുക്ക് എന്താണ്, പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം ആൻസർ എയും ബിയും ആണ്. എന്താണ് മനസ്സിലായോ പോയിൻ്റ് ഒബ്ജക്റ്റ്? ഒന്നുമില്ല, നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പോയിൻ്റ് ഒബ്ജക്റ്റ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മോഷൻ, നമ്മൾ പറഞ്ഞു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് അല്ലേ. അപ്പം ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നമുക്ക് എന്താണ്, മോഷനെ ഡിഫറെൻറ്റ് ടൈപ്സ്, 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, അപ്പം ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിൻ എന്താണ്, ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നേരെയും ബാക്കോട്ടും മാത്രം എന്താണ് ഈ ട്രെയിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആക്സിസ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിലൂടെ മാത്രമാണ് ഈ ഒരു ട്രെയിൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ. അപ്പം ഇതെന്താണ്, 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വെച്ചാൽ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനാണെന്ത് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിന് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പേര് വരാൻ കാരണം? യെസ്, ഇതിന് ഒരു ഡയമെൻഷൻ മാത്രമേ ആവശ്യമുള്ളൂ, എക്സ് വൈ സെഡ്. ഓക്കെ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മാത്രമാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആവശ്യമുള്ളൂ. നിങ്ങൾ നോക്കുക, ഒരു കാർ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോവുകയാണ്. ഒന്നെങ്കിൽ അതിന് മുമ്പോട്ടോ അല്ലെങ്കിൽ ബാക്കോട്ടോ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് റോഡിലാണ് മുന്നോട്ടോ ബാക്കോട്ടോ, അല്ലാണ്ട് അതിന് ഉയരത്തിലോട്ടും
താഴോട്ടോ അതിനൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ അല്ലേ, എക്സ് ആക്സിസ് മാത്രമേ നമ്മൾ അതിൽ മൂവ് ചെയ്യുള്ളൂ. അപ്പം അതാണ് വൺ ഡയമെൻഷണൽ മോഷൻ. അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുക. ഇവിടെ ആകെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം മാത്രമേ ആവശ്യമുള്ളൂ. ഒന്നെങ്കിൽ എക്സ്, അല്ലെങ്കിൽ വൈ, അല്ലെങ്കിൽ സെഡ്. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് സിസ്റ്റം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന, സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്ന ഒരു കാറിൻ്റെ മോഷൻ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ പോകുന്ന ഒരു ട്രെയിനിൻ്റെ മോഷൻ. മനസ്സിലായോ വൺ ഡയമെൻഷണൽ മോഷൻ എന്താണെന്ന്? ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനാണ് വൺ ഡയമെൻഷണൽ മോഷൻ. ഇനി ടു ഡയമെൻഷണൽ മോഷൻ. എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ? ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വെച്ചാൽ ടു പേര് തന്നെ ഉണ്ട്, എന്നാൽ ടു ഡയമെൻഷനിൽ ആവശ്യമാണ്. ഇവിടെ നോക്കൂ, ക്യാരംസ് നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും ക്യാരംസ്. അപ്പം ഇതിൽ ഞാനൊരു കോയിൻ, ഈ കോയിൻ ഞാൻ എന്താണ് ഹിറ്റ് ചെയ്തിടാണ്. അപ്പം ഇതെന്താണ് ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പോവും അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ. ഈ പ്ലെയിനിൽ കൂടെ നമുക്ക് എങ്ങനെ വേണേൽ മൂവ് ചെയ്യാം. അതായത് ഇതിപ്പം ഒരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ് എക്സ് ആക്സിസ് ആണ്, ഇതെന്താണ് വൈ ആക്സിസ് ആണ്. അപ്പം ഈ ഒരു കോയിൻ എന്താണ് എക്സ് ആക്സിസിലൂടെയും മൂവ് ചെയ്യാൻ പറ്റും, വൈ ആക്സിസിലൂടെയും മൂവ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ടു ഡയമെൻഷണൽ മോഷൻ. അതായത് പ്ലെയിനിലൂടെയുള്ള മോഷനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്ലെയിനിലൂടെയുള്ള മോഷനെയാണ് നമ്മൾ ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പേര് വരാൻ കാരണം അതെന്താണ്, രണ്ട് ഡയമെൻഷണൽ ആവശ്യമാണ്. ഒന്നെങ്കിൽ എക്സ് വൈ, ഓക്കെ എക്സ് വൈ, അല്ലെങ്കിൽ വൈ സെഡ്, അല്ലെങ്കിലോ എക്സ് സെഡ്. ഇത്തരത്തിൽ രണ്ടെണ്ണം രണ്ട് ഡയമെൻഷനിൽ ആവശ്യമായിരിക്കും ടു ഡയമെൻഷനിൽ. ഓക്കെ, ഒരു ബോട്ട് ഒരു ലേക്കിലൂടെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വിചാരിച്ചു. അതിലെന്താണ് രണ്ട് മോഷൻ ഉണ്ട്, ഇങ്ങനെയും മൂവ് ചെയ്യാം, അതിന് ഇങ്ങനെയും മൂവ് ചെയ്യാം. ഓക്കെ, ഒരു പ്ലെയിനിലൂടെ, അപ്പം ഈ ഒരു എന്താണ് പാഡിലൂടെ, ഐപാഡിലൂടെ ഒരു ഉറുമ്പ് മൂവ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം അതിനെന്താണ് ഈ പ്ലെയിനിൽ എങ്ങനെ വേണേൽ മൂവ് ചെയ്യാം, അതായത് ഈ രണ്ട് ആക്സിസുകൾക്കിടയിൽ എങ്ങനെ വേണേൽ മൂവ് ചെയ്യാം. അതാണ് ടു ഡയമെൻഷനിൽ. മനസ്സിലായോ? അതായത് വൺ ഡയമെൻഷൻ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ്, ടു ഡയമെൻഷൻ എന്ന് വെച്ചാൽ പ്ലെയിനിലൂടെയാണ്. അതായത് എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, അല്ലെങ്കിൽ വൈ ഉണ്ടാവും, സെഡ് ഉണ്ടാവും. ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ് അവിടെ ഉണ്ടായിരിക്കും. ഈ മൂന്നാമത്തെ ത്രീ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? യെസ്, അവിടെ ത്രീ കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലേ. എക്സും ഉണ്ടാവും, വൈയും ഉണ്ടാവും, സെഡും ഉണ്ടാവും. എക്സും വൈയും സെഡും ഉണ്ടാവും അവിടെ. ഇപ്പോൾ നമ്മുടെ എയറിലെ മോളിക്യൂൾസ് അതെങ്ങനെ വേണേൽ മൂവ് ചെയ്യാം, ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണേൽ മൂവ് ചെയ്യാം. അതെന്താണ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേ അത് മൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് എങ്ങനെ ഈ സ്പേസിൽ എങ്ങനെ വേണേൽ അത് മൂവ് ചെയ്യാം. അത് എക്സ് വൈ ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എങ്ങനെ വേണേൽ അതിന് മൂവ് ചെയ്യാം. അപ്പോൾ അതാണെന്ത് ത്രീ ഡയമെൻഷണൽ മോഷൻ. സ്പേസിലൂടെയുള്ള മോഷനാണെന്ത് ത്രീ ഡയമെൻഷണൽ മോഷൻ. ത്രീ കോർഡിനേറ്റ്സ് ആർ നീഡഡ്. ഇവിടെ നോക്കൂ, ഒരു പക്ഷി പറക്കുന്നു. ഈ പക്ഷിക്ക് എന്താണ് എങ്ങനെ വേണേൽ പറക്കാം. ഞാനിവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പറക്കാം, പക്ഷിക്ക് ഇങ്ങനെ പറക്കാം അല്ലേ, ഇങ്ങനെ പറക്കാം, എങ്ങനെ വേണമെങ്കിൽ എന്താണ് ഈ പക്ഷിക്ക് പറക്കാൻ പറ്റും. അപ്പോൾ അതാണെന്ത് സ്പേസിലൂടെയുള്ള മോഷൻ, ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്.